മദ്രസകളെക്കുറിച്ച് റസ്മിൻ നടത്തിയ ഈ അഭിപ്രായത്തെ തുടർന്നുണ്ടായ വിവാദങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ വിഷയത്തിൽ അവരെ ഇത്രത്തോളം വിമർശിക്കേണ്ട ആവശ്യമുണ്ടോ? അവർ പറഞ്ഞതിലും കാര്യമുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്താണ് റസ്മിൻ പറഞ്ഞത്? ഞാൻ മദ്രസയിൽ 6ാം ക്ലാസ് വരെ പഠിച്ച ഒരാളാണ്. എന്നെ മദ്രസയിൽ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. സമാനമായ അഭിപ്രായം നമ്മൾക്കൊക്കെ ഉണ്ടാവില്ലേ? ഞാൻ 8ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ച ഒരാളാണ്. റസ്മിൻ പറഞ്ഞതുപോലെ മദ്രസയിൽ പഠിപ്പിച്ച ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ വല്ലാത്ത അമർഷവും ദേഷ്യവും തോന്നിയ പല സന്ദർഭങ്ങളും എൻ്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് എറണാകുളത്തെ ചേറായി ബീച്ചിൽ ഞങ്ങൾ സുഹൃത്തുക്കൾ ഒന്നടങ്കം ഒരു ഉല്ലാസയാത്ര പോയ സമയത്ത് അവിടെ വെച്ച് മദ്യപിക്കാനുള്ള ഒരു അവസരം കിട്ടി. ചില സുഹൃത്തുക്കൾ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നത് കണ്ടപ്പോൾ അവരുടെ കൂടെ പോയിരുന്ന് മദ്യം കഴിക്കാനുള്ള അതിയായ ആഗ്രഹം എനിക്കുണ്ടായി. പക്ഷേ മദ്രസയിൽ ഉസ്താദുമാർ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ, മദ്യപാനത്തിൻ്റെ ശിക്ഷയെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞത് ഓർത്തപ്പോൾ മദ്യപിക്കാൻ സാധിച്ചില്ല. ലൈഫിൽ ആദ്യമായും അവസാനമായും മദ്യപാനം തുടരാനുള്ള ഒരു സുവർണ അവസരമായിരുന്നു എനിക്കന്ന് നഷ്ടമായത്. അതിൻ്റെ കാരണം ഈ മദ്രസയാണ്. മദ്രസയിൽ ഉസ്താദുമാർ പഠിപ്പിച്ച ആ കാര്യങ്ങളാണ്. മദ്രസയോടും മദ്രസ അധ്യാപകരോടും അവിടെ പഠിപ്പിച്ച കാര്യങ്ങളോടുമൊക്കെ ദേഷ്യം തോന്നാൻ ഇതിനേക്കാൾ വലിയൊരു കാരണം വേറെ വേണോ? അതുപോലെ എൻ്റെ മറ്റൊരാഗ്രഹമായിരുന്നു കയ്യിൽ ടാറ്റു അടിക്കുക എന്നുള്ളത്. ഈ റസ്മിൻ്റെ കയ്യിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നീളത്തിൽ അവരിങ്ങനെ ടാറ്റു അടിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ആധുനിക കാലത്തെ സ്റ്റൈലുകളാണ്, പുരോഗമന കാഴ്ചപ്പാടിൻ്റെ സിമ്പലുകളാണ്. എന്നാൽ പിന്നെ ഒട്ടും കുറയ്ക്കേണ്ട അങ്ങനെ ഒരു സ്റ്റൈൽ ആയിക്കളയാം എന്ന് വിചാരിച്ചപ്പോഴാണ് ഓർമ്മ വന്നത്, നിസ്കരിക്കാൻ വുളു എടുക്കുമ്പോൾ ഈ അംഗശുദ്ധി വരുത്തുമ്പോൾ വെള്ളം ചേരുന്ന അവയവങ്ങളിൽ ആ വെള്ളത്തെ തടയുന്ന പദാർത്ഥങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് മദ്രസയിൽ ഉസ്താദുമാർ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം പദാർത്ഥങ്ങൾ ഉണ്ടായാൽ അംഗശുദ്ധി വരുത്താൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ നിസ്കരിക്കാൻ കഴിയില്ല. ഉസ്താദുമാർ മദ്രസയിൽ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചത് കൊണ്ടാണ് ടാറ്റു അടിക്കാനുള്ള എൻ്റെ ആഗ്രഹം എനിക്ക് അവസാനിപ്പിക്കേണ്ടി വന്നത്. ഞാൻ ആദ്യമായി സൗദിയിൽ പോയ സമയത്ത് ജിദ്ദയിൽ ഷെറഫിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാലമുണ്ട്. ആ പാലം ഒരു സിമ്പലാണ്. ആ പാലത്തിൻ്റെ അടിയിൽ നമ്മൾ പോയി നിന്നാൽ ചില ആളുകൾ നമ്മളെ സമീപിക്കും. എന്നിട്ട് അവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് മലയാളികളായ സ്ത്രീകളെയാണോ വേണ്ടത്, അതോ ശ്രീലങ്കയാണോ, ബംഗ്ലാദേശ് ആണോ, ഫിലിപ്പീൻസ് ആണോ, ഏതാണ് ആവശ്യമുള്ളത് എന്ന് അവർ ചോദിക്കും. ഇതറിഞ്ഞപ്പോൾ എനിക്കും ഒരു ആഗ്രഹം തോന്നി. വിവാഹം കഴിച്ചിട്ടില്ലാത്ത ആ സമയത്ത് സ്ത്രീയുടെ സുഖം എന്താണെന്നറിയാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഞാൻ മദ്രസയെക്കുറിച്ച് ആലോചിച്ചത്. മദ്രസയിൽ ഉസ്താദുമാർ പഠിപ്പിച്ചിരിക്കുന്നത് വ്യഭിചാരം വലിയ തെറ്റാണ്, ഒരു കാരണവശാലും ആ പാപം നിങ്ങൾ ചെയ്യാൻ പാടില്ല. മാത്രമല്ല ഖുർആൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കാൻ പോലും പാടില്ല എന്നാണ്. ലൈഫിൽ ആദ്യമായും അവസാനമായും വ്യഭിചരിക്കാൻ കിട്ടിയ ഒരു അവസരം നഷ്ടപ്പെടുത്തിയത് ഈ മദ്രസയാണ്. മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദുമാരാണ്, അവർ പഠിപ്പിച്ച കാരണങ്ങളാണ്. അങ്ങനെ എത്ര സുവർണ അവസരങ്ങളാണ് ഈ മദ്രസ കാരണം ലൈഫിൽ നഷ്ടപ്പെട്ടു പോയത്. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങളെ, നിങ്ങൾ ഈ മതവും മദ്രസയും തൊപ്പിയും തലപ്പാവും പർദ്ദയും ഒക്കെ വലിച്ചെറിഞ്ഞ് നിങ്ങൾ പുരോഗമന കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ നോക്ക്. പറ്റുമെങ്കിൽ പുരോഗമന കാലത്തെ പുതിയ മാതൃകയായ റസ്മിനെ പോലെയുള്ളവരോടൊപ്പം ഈ ജീവിതത്തെ നിങ്ങൾ ആഘോഷിക്കാൻ നോക്ക്, ആസ്വദിക്കാൻ നോക്ക്.